ഹലോ, ഇത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. സൺഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് കുറച്ച് ബീഫ് തന്നു. അപ്പോൾ ഓൾറെഡി അവൾ വറ്റിച്ച ബീഫാണ് തന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രഷായിട്ട് തന്നതാണ്. അപ്പോൾ അതിനിയിപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ ഫ്രഷ്നെസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കയ്യോടെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതാ കുക്കറിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഉലുവ പൊട്ടിച്ചതിന് ശേഷം സാധാരണ ഞാൻ കൂടുതലായിട്ട് റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കാറ്. അപ്പോൾ ഇന്ന് നാട്ടിലെ നല്ല അടിപൊളി ഫ്രഷ് ബീഫൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പൊളിച്ച് അത് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഉലുവ പൊട്ടിച്ച എണ്ണയിലേക്ക് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു ഒന്നര സവോള അരിഞ്ഞ് ഇട്ടു. അതിന് ശേഷം ഒരു പിടി കറിവേപ്പില ഇട്ടു. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം വഴട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ നല്ല പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ട് അത്യാവശ്യം ഉലുവയുടെയും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടിത്തുടങ്ങി. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് ഒരു ഹാഫ് ടൊമാറ്റോ കട്ട് ചെയ്തത്. ഇത് ബീഫ് കറി നമ്മൾ ചിക്കനിലൊക്കെ ആകുമ്പോഴത്തേനും കുറേ കൂടെ ടൊമാറ്റോയും സവോള അരിഞ്ഞതൊക്കെ ചേർക്കാറുണ്ട്. എന്നാൽ ബീഫിലും മട്ടനിലും ഒക്കെ നമ്മൾ ടൊമാറ്റോയുടെ അളവും അതുപോലെ തന്നെ സവോളയുടെ അളവൊക്കെ കുറയ്ക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് സവോളയും തക്കാളിയൊക്കെ വഴണ്ടതിന് ശേഷം നമ്മൾ പൊടിയായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിയുടെ പച്ചമണം വീണ്ടും മാറ്റുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയിൽ ഞാൻ ചിലപ്പോൾ കുക്കിംഗ് കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുന്ന ഔട്ടിംഗ് വിശേഷങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കുക്കിംഗ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ വറ്റിച്ച് വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ല ചൂടുവെള്ളം കെറ്റിലിൽ ചൂടാക്കിയതാണ്, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തട്ടിപ്പൊത്തി ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ ചെയ്യിപ്പിക്കാം. അപ്പം അത്യാവശ്യം വേവുള്ള ബീഫാണ്. അപ്പോൾ ഫ്രണ്ട് അവൾ തന്നപ്പോഴേ പറഞ്ഞായിരുന്നു അത്യാവശ്യം വേവുള്ള ബീഫാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരു 5-6 വിസിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ചായക്കുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പാലിലേക്ക് ഏലക്കായും പഞ്ചസാരയും അതുപോലെ തന്നെ ടീയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ചായയും സൈഡിൽ നിന്ന് റെഡിയാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തിരക്ക് പിടിച്ചിട്ടുള്ള സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉറങ്ങിപ്പോയപ്പോഴത്തേനും അത്യാവശ്യം നന്ന വിശന്നിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ഇക്കൊക്കെ ഉള്ളത് കൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴത്തേനും നല്ല വിശന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഇഡലിയോ ദോശയോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വാങ്ങിക്കാറുണ്ട് ഇടയ്ക്ക്. നല്ല വിശപ്പോട് കൂടി എഴുന്നേൽക്കുമ്പോൾ ഇക്കായും കൂടെ ഉള്ളതുകൊണ്ട് വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഫ്രഷായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ് രാവിലെ. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് നൈസ് പത്തിരിയാണ്. നല്ല അടിപൊളി ബീഫ് കറി. എനിക്ക് ഇവിടുത്തെ ബീഫ് വാങ്ങിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലാണല്ലോ നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. നമ്മൾ വരുമ്പോൾ കൊണ്ടുവരുന്നു, പിന്നെ റിലേറ്റീവ്സ് കസിൻസ് അങ്ങനെ എല്ലാവരും തന്നതെന്ന് നമ്മൾ നാട്ടിലെ ബീഫ് കഴിച്ച് ഇവിടുത്തെ ബീഫ് ഒട്ടും പറ്റുന്നില്ല. ഇവിടുത്തെ ബീഫിൻ്റെ മട്ടൻ അതിലും ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ ബീഫിനേക്കാളും ബെറ്റർ മട്ടനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്താണേലും ഈയിടെ ബീഫ് വാങ്ങിച്ചപ്പോഴത്തേനും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം വീണ്ടും ഞാൻ ചിക്കനിലേക്ക് തന്നെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണേലും ഇതൊക്കെ അടിപൊളിയാണ്. നാട്ടിലെ ബീഫെന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ്. നമ്മൾ നാട്ടിലെ ബീഫിൻ്റെ ബീഫുമായിട്ട് വലിയ ടേസ്റ്റ് ഇല്ല, എക്സ്പെക്റ്റ് ചെയ്യരുത് ഇവിടുത്തെ ബീഫ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒരു കപ്പ് നല്ല ചൂട് ചായ, നല്ല അടിപൊളി പതപ്പിച്ച് നല്ല ചൂട് ചായയും 3 പത്തിരിയും പിന്നെ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കറിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല അടിപൊളി സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ ആസ്വദിച്ച്
നമ്മുടെ രാവിലത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഒന്നാമത് ഇവിടെ നാഷണൽ ഡേയുടെ ഹോളിഡേയ്സ് സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ അപ്പോൾ വീട്ടിൽ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ കൂടുതലും ഇപ്പം ഹോളിഡേ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കൂടുതലും പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിന്നറും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ 3-4 ദിവസം എന്താ പറയുക പുറത്തുനിന്നൊക്കെ ആയിരിക്കും. അപ്പം വീട്ടിലുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നത് കൊണ്ടും ഒക്കെ കൂടുതൽ ഡിന്നർ നമ്മളിപ്പോൾ പുറത്തുനിന്നാണ് ഈ ഒരു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്താ പറയുക പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബീഫ് കറി കുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് തന്നെ ലഞ്ചിനും എടുക്കാമല്ലോ. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ആയി ലഞ്ചും ആയി. അപ്പോൾ ഡിന്നർ ഇനിയിപ്പോൾ പുറത്തൊന്നും വല്ലതും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് മടി വരുമ്പോഴത്തേനും നമ്മളിടയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിമെയ്ഡ് ചേർക്കാറുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഫ്രഷായിട്ട് ചേർക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അത് ശരിക്കും ഡിഫറൻസ് തന്നെയാണല്ലേ. അപ്പം ഞാൻ പറയാം, കുറച്ച് ദിവസം കൂടിയിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഡയറക്റ്റ് പേസ്റ്റായിട്ട് അരച്ചിട്ട് കറിയിലിട്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കാം എക്സ്ട്രാ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നാട്ടിലെ ബീഫായതുകൊണ്ട് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫായിരുന്നു. ഇതും അവൾ തന്നെ തന്നതാണ്, ഫ്രണ്ട് തന്നതാണ്. അപ്പം എന്താണ് ഇടനേലയപ്പം. അപ്പം നല്ല സൂപ്പറായിട്ട്, അപ്പം തന്നപ്പോൾ കുറച്ച് തണുത്തിരുന്ന് ഞാൻ ഒന്നും കൂടി ഒന്ന് ആവിയൊക്കെ കയറ്റിയെടുത്തപ്പോൾ അയ്യോ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല മയമായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ഇടനേലയപ്പം. പിന്നെ ഒന്നും കൂടെ ചൂടാക്കി എടുത്തപ്പോൾ ആ ഇലയുടെ ഫ്ലേവറൊക്കെ ഒന്നും കൂടെ ആ അപ്പത്തിൽ കയറി പിടിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് കഴിക്കാൻ എടുത്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് മൊത്തത്തിൽ ഈയിടെയായിട്ട് കാഷ്യൂനട്ടിനോടൊക്കെ ഒരു മടുപ്പായിരുന്നു. പക്ഷേ ഈ തൊലിയുള്ള ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിച്ചു. ഞങ്ങളെല്ലാവരും കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ബീഫ് ഇതായിരുന്നു. അപ്പോൾ ഈ ബീഫ് വെച്ചിട്ട് എന്താ പറയുക ലഞ്ചിന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാം എന്നാണ് വിചാരിക്കുന്നത്. വലിയ രീതിയിലൊന്നും റെഡിയാക്കേണ്ടി വന്നില്ല. കാരണം എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ കാണുന്നവർക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ സൗദി ക്യുസീനിൽ സൗദി ഓറിയൻറ്റഡ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ മന്തി കഴിക്കാൻ പോയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് വെറൈറ്റി ടൈപ്പ് മന്തി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഒത്തിരി റൈസ് ബാക്കി വന്നു. അപ്പം നമുക്കത് വേസ്റ്റ് ആക്കിയിട്ട് വരാൻ തോന്നാത്തത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും എന്ത് ചെയ്തു, ഒരുപാട് കംപ്ലീറ്റ് റൈസ് പാഴ്സലെടുത്ത്. അപ്പോൾ അതിപ്പോൾ എന്താ പറയുക ഇന്ന് ലഞ്ചിന് ആവി കയറ്റിയിട്ട് ഈ ബീഫിൻ്റെ കൂടെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ പൊന്നോ മതി, ഈ റൈസ് അടിപൊളി ഫ്ലേവർഫുള്ളായിട്ടുള്ള റൈസാണ്, ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലോ വെറുതെ ഈ റൈസ് ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ എനിക്കിതിൻ്റെ കൂടെ ഒരു അടിപൊളി സൂപ്പർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ. അപ്പം എന്താ പറയുക, അപ്പോൾ ഞാൻ മന്തി റൈസും ബീഫ് കറിയുമാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കേട് അതുപോലെ തന്നെ പിക്കിള് ആ വക ഐറ്റംസൊക്കെ എടുത്തു. ഇക്കാക്ക് അതൊക്കെ ചേർത്തിട്ട് കൊടുത്തു. എനിക്കതൊന്നും വേണ്ടിയിരുന്നില്ല. എനിക്ക് ആ ഒരു ഫ്ലേവർഫുള്ളായിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മന്തി റൈസും അതിൻ്റെ കൂടെ കുറച്ച് ബീഫ് കറിയും മാത്രം മതിയായിരുന്നു. എനിക്കെന്തോ എന്താ പറയുക കേടും പുളിയാണ്, പിക്കിളും പുളിയാണ്, പുളിയുള്ള ഒന്നും കൂട്ടാനായിട്ട് തോന്നിയില്ല. നല്ല ടേസ്റ്റായിട്ട് ഈ ചോറും ബീഫ് കറിയും ഒഴിച്ചിട്ട് എന്താ പറയുക ഗീ റൈസും ബീഫ് കറിയും കഴിക്കുന്ന പോലത്തെ ഒരു ഫീല് തോന്നി. പക്ഷേ അതിലും ടേസ്റ്റായിരുന്നു. കാരണം ഗീ റൈസ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഗീയുടെ ഫ്ലേവർ മാത്രമല്ലേ ഉണ്ടാകത്തുള്ളൂ. ഇതെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു എന്താ പറയുക മീറ്റിൻ്റെ സോക്ക് ചെയ്തെടുത്ത് ആ ഒരു വെള്ളത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള റൈസാണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ ഫ്ലേവർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റൈസ്. അപ്പോൾ ഞാൻ റൈസിൽ എവിടെയൊക്കെ എന്താ പറയുക പട്ടയും ഗ്രാമ്പും എന്താ പറയുക പെപ്പറും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ പറക്കി മാറ്റിയിട്ട് എന്താ പറയുക ആ ഒരു ബീഫ് കറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് ക്വാണ്ടിറ്റി വൈസ് എനിക്കും സാറാക്കും ഇക്കാക്കും ഞങ്ങൾക്ക് 3 പേർക്ക് നന്നായിട്ട് കഴിക്കാം, വയറ് നിറച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങൾക്ക് 4 ഫാമിലീസിനും ഇതുപോലെ കൊണ്ടുപോകാനായിട്ട് റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം റൈസ് ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും വയറ് നിറച്ച് കഴിച്ചിട്ടും ഒരുപാട് ക്വാണ്ടിറ്റി റൈസ് ബാക്കി വന്നായിരുന്നു. അപ്പോൾ അത് കളഞ്ഞിട്ട് ആ ഫുഡ് അത്രത്തോളം വേസ്റ്റ് ആക്കാനായിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് പാഴ്സൽ എടുത്തിട്ട് 4 ഫാമിലീസും ഡിവൈഡ് ചെയ്ത് 4 പേരും 4 പാഴ്സലായിട്ട് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് ലഞ്ചിന് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ടി വന്നില്ല. അത് തന്നെ ഇപ്പം എനിക്ക് ബീഫ് കറി ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ 2 ചിക്കൻ ഫ്രൈ ചെയ്താലും മതി. അടിപൊളി കോമ്പിനേഷനാണ്. അതിന് ശേഷം ഞാൻ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കിവിയും കുറച്ച് ഓറഞ്ചും ഒക്കെ കഴിച്ചു. ഈ കിവി എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല പുളിപ്പുള്ള കിവിയാണ്. ഞാൻ വാങ്ങിക്കുന്നത് വേറെ ഒരു ടൈപ്പ്, ഒരു ഉള്ളിൽ യെല്ലോ ഷെയ്ഡുള്ള കിവിയാണ്. അത് നല്ല മധുരമാണ്. ഇത് ഗ്രീൻ ഷെയ്ഡുള്ളത് നല്ല പുളിപ്പാണ്. പിന്നെ ഡിന്നറിന് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ദുബായിൽ കിസൈസിൽ കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു സ്പെഷ്യൽ അൽഫാമുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടു കൂടി പോയതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ അവർ കുറച്ച് സാലഡ്സ് തന്നു. അതിനുശേഷം നല്ല നമ്മുടെ പതിമുഖം തിളപ്പിച്ചിട്ടുള്ള ചൂടുവെള്ളം ഉണ്ടല്ലോ, നല്ല സുഖമുണ്ടായിരുന്നു. പുറത്തൊക്കെ അത്യാവശ്യം നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല ചൂട് വെള്ളം ഊതി കുടിച്ചു. അതിനുശേഷം കോംപ്ലിമെൻ്റായിട്ട് അവരുടെ സൂപ്പ്, നല്ല അടിപൊളി മട്ടൻ സൂപ്പ്, നല്ല അത്യാവശ്യം ചൂടും എരിവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ മട്ടൻ സൂപ്പ് കുടിച്ചപ്പോൾ തന്നെ ഒരു എഫക്റ്റൊക്കെ വന്ന് ഇക്കിള് അത് അതിനുശേഷം ഭയങ്കര ചൂട് പെപ്പർ പൗഡറും ഒക്കെ ആയിട്ട് നല്ല സ്പൈസി ആയിട്ട് ഭയങ്കര ചൂടായിട്ടുള്ള ഒരു ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു സൂപ്പായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ അൽഫാം വന്നു. അപ്പോൾ അൽഫാമിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഈ ഒരു തന്തൂരി റൊട്ടി, ഈ ഒരു റൊട്ടി ഉണ്ടായിരുന്നു. ഈ ഒരു അൽഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ജ്യൂസി ആയിട്ടുള്ള, ഈ അൽഫാമിനൊരു സ്പെഷ്യൽ പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോം ഡെലിവറി ചെയ്തപ്പോഴത്തേനും ജ്യൂസി അൽഫാം എന്ന് പറഞ്ഞപ്പോഴത്തേനും നമുക്ക് സാധാ നോർമൽ അൽഫാം കൊണ്ട് തന്നിട്ട് ഡെലിവറി ചീറ്റിപ്പോയ കഥയൊക്കെ ഉണ്ട്. അതല്ല, ഈ ഒരു അൽഫാമിനൊരു സ്പെഷ്യൽ പേരുണ്ട്. അത് ആ കടയിൽ ചെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ ആ പേരിങ്ങോട്ട് പറയും. എനിക്കത് വിട്ടുപോയി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3 ടൈപ്പ് ഡിപ്പ്, 3 ടൈപ്പല്ല, ഒരു 4 ടൈപ്പ് ഡിപ്പ്, പിന്നെ കുറച്ച് സവോള അരിഞ്ഞത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ തരുന്ന ഈ ഒരു റൊട്ടി ഉണ്ടല്ലോ, അത് വളരെ എരിവൊക്കെ പിടിച്ചിട്ട് വളരെ സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റൊട്ടി. ഞാൻ ഏറ്റവും ആദ്യം ഇങ്ങനെ തരുമ്പോഴത്തേനും അടിയിൽ അൽഫാം വെച്ചിട്ടുള്ള ആ റൊട്ടി ഞാനാണ് എന്നും എടുക്കാറ്. ഇത് കഴിച്ചതിന് ശേഷമാണ് ഞാൻ വേറെ പാക്ക് പൊട്ടിച്ചിട്ട് എടുക്കാറ്. എന്താണേലും ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല സ്പൈസി ആയിട്ട്, നല്ല ഉള്ളിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നല്ല ജ്യൂസി അൽഫാമാണേ. എനിക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള അൽഫാം കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു അൽഫാം ലവറേ അല്ല. എനിക്ക് അൽഫാമിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ചാർക്കോള് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ഈ കിസൈസിലെ കാലിക്കറ്റ് സ്റ്റോറീസിലെ ഈ ഒരു അൽഫാം എന്ന് പറയുന്നത് എൻ്റെ ഇത്രയും ഫേവറേറ്റ് ആവാൻ കാരണം അതിൻ്റെ ആ ഉള്ളിലെ ആ ഒരു ജ്യൂസ്നെസ്സാണ്. അപ്പം അതാണ്. പിന്നെ ഇത് ഒരുപാട് ഓവർ സ്പൈസി ഒന്നുമല്ല, എന്നാൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്പൈസ് ഉണ്ട്. ഇത് ഡ്രൈ അല്ല, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഞാൻ പിച്ചിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരിടത്തൊന്നും കിട്ടാത്ത ടൈപ്പ് ഡിഫറൻറ്റ് വെറൈറ്റി ഡിപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം വളരെ ടേസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ പൊറോട്ടയും ബീഫുമാണ് ഓർഡർ ചെയ്തത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബീഫായിരുന്നു. അപ്പോൾ നമ്മൾ ഹാഫ് അൽഫാം വാങ്ങിച്ചു, നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു. അതിനുശേഷം എനിക്ക് പൊറോട്ട വേണ്ടായിരുന്നു, എനിക്ക് ആ ബീഫ് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ബീഫിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഒരു 1-2 ചൂട് വെള്ളയപ്പം ഓർഡർ ചെയ്തു. എനിക്കെന്തോ പൊറോട്ട കഴിക്കാനായിട്ടൊരു മൂഡില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ്, സവോളയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തനി ബീഫ് റോസ്റ്റ്, തനി നാടൻ ബീഫ് റോസ്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്താണേലും അടിപൊളിയായിട്ട് ഒരു മോഡേൺ
മോഡേണൈസ് ചെയ്തിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് പോലെ എനിക്ക് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം കുറച്ച് കുറച്ച് വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. ഇപ്പോൾ അൽഫാം ആണെങ്കിലും ഞങ്ങൾക്ക് ഫുള്ളിൻ്റെ ആവശ്യമില്ല, ഒരു ഹാഫ് ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. അത് നമ്മളെല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ പൊറോട്ട എനിക്ക് വേണ്ടാത്തത് കൊണ്ടാണ് പൊറോട്ട ഇക്കായും സാറായും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ബീഫ് റോസ്റ്റ് നമ്മളെല്ലാവരും കൂടി ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിച്ചു. ഇതൊക്കെയാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു ജിഞ്ചർ സോഡ നാരങ്ങ വെള്ളം വിത്തൗട്ട് ഐസ് മാത്രമല്ല, തണുപ്പൊട്ടുമേ ഇല്ലാത്ത എന്താ പറയുക, ജിഞ്ചർ സോഡ ലൈം മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ അതും കൂടെ കുടിച്ചു. അപ്പോൾ ഞാൻ ഒരു വെള്ളയപ്പം കഴിച്ചു. അപ്പോൾ എന്താ പറയുക, ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് കാരണം രണ്ടാമത്തെ വെള്ളയപ്പവും കൂടെ വാങ്ങിച്ച് കഴിച്ചു. ഇതെന്ന് പറയുന്നത് ലാസ്റ്റത്തെ ആ ജ്യൂസി പീസസ് സൈറൂന് ഞാൻ പിച്ചി ഒരു പ്ലേറ്റിലേക്ക് എരിവില്ലാത്ത പോർഷൻ ഇട്ടിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ബീഫിൻ്റെ പീസസിനേക്കാളും കൂടുതൽ ആ ഗ്രേവിയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതാ ഏറ്റവും ലാസ്റ്റ് തണുപ്പൊന്നും ഇല്ലാത്ത ഒരു ജിഞ്ചർ ലൈം സോഡ വാങ്ങിച്ചു. പിന്നെ ഇത് എനിക്ക് നമ്മുടെ മാംഗോ ബൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ പഴയ മാങ്ങ മുട്ടായി, അത് കണ്ടപ്പോഴത്തേനും അതും 2 വാങ്ങിച്ച് വായിലിട്ടു. പിന്നെ കുട്ടികൾ അവർ മക്കൾക്ക് വേണ്ടി ലോലിപോപ്സൊക്കെ വാങ്ങിച്ചു.